അങ്ങനെ 5-ാമത്തെ എപ്പിസോഡിൽ കടൽ കൊള്ളക്കാരെ ലക്ഷ്യം വെച്ച് അവരെ മോഷ്ടിച്ച് ജീവിക്കുന്ന ഒരു തീഫാണ് താനെന്ന് നാമി സ്വയം പരിചയപ്പെടുത്തുന്നു. ബഗി പൈറൽസിൽ നിന്ന് രക്ഷപ്പെടാൻ ലൂഫിയുമൊപ്പം അവൾ ഒരു റെസ്റ്റോറന്റിലെത്തുന്നു. അവിടെ വെച്ച് ഒരു അജ്ഞാത കാരണത്താൽ 10 ബില്യൺ ബേറുകൾ ശേഖരിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് നാമി വെളിപ്പെടുത്തുന്നു. തുടർന്ന് അവൾ തന്റെ നാവിഗേഷൻ കഴിവുകളും വെളിപ്പെടുത്തുന്നു. എന്നാൽ ലൂഫി അവളുടെ ചതിയിൽ വിട്ടു. നാമി ലൂഫി ഒറ്റിക്കൊടുക്കുകയും അവനെ കെട്ടിയിട്ട് ബഗി പൈറൽസിന് കൈമാറുകയും ചെയ്യുന്നു. ബഗി അവനെ ഒരു ഇരുമ്പ് കൂട്ടിൽ പൂട്ടിയിടുകയും ചെയ്യുന്നു. ബഗി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കാനോൺ ബോൾ ആയിട്ടുള്ള ബഗി ബോൾ അവൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവൻ ആ ഒരു കാനോൺ ബോൾ വില്ലേജിന് നേരെ യൂസ് ചെയ്യുന്നു. ആ ഒരു അറ്റാക്കിൽ ഒരു നിരയിലുള്ള 10-12 വീടുകൾ നശിച്ചു പോവുകയാണ്. അതേസമയം നമ്മുടെ സോറോ ഐലൻഡിലേക്ക് എത്തുകയും ഈ ഒരു കാനോൺ അറ്റാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാണ്. അപ്പോഴേക്കും ബഗി നാമിയോട് ലൂഫിയുടെ നേരെ ബഗി ബോൾ യൂസ് ചെയ്യാൻ പറയുന്നു. എന്നാൽ അവൾ അത് ചെയ്യില്ല എന്ന് പറയുന്നു. അവൾക്ക് വേണ്ടി മറ്റൊരു കടൽക്കൊള്ളക്കാരൻ ആ കാനോണിന്റെ തിരി കത്തിക്കുന്നു. എന്നാൽ നാമി തന്റെ സ്വന്തം കൈകൊണ്ട് ആ ഒരു തിരി കെടുത്തുകയും കൈ പൊള്ളുകയും ചെയ്യുകയാണ്. ഇത് കണ്ട് ദേഷ്യമെന്ന ബഗി തന്റെ ക്രൂമേറ്റ്സിനോട് അവളെ ആക്രമിക്കാൻ പറയുകയാണ്. ആ സമയം സോറ അവിടെ എത്തി അവളെ സഹായിക്കുകയും ബഗിയെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യാണ്. ബഗിയുടെ കൈയും കാലും മുറിച്ചു മാറ്റുകയാണ്. എന്നാൽ അവന് മുറിഞ്ഞുപോയ ആ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് സോറോയെ പിന്നിൽ നിന്നും കുത്തുന്നു. അപ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ബഗി ഒരു ഡെവിൾ ഫുഡ് യൂസറാണ്. ബാരാ നോമി എന്ന ഡെവിൾ ഫുഡാണ് അവൻ കഴിച്ചിട്ടുള്ളത് എന്ന് അവൻ തന്നെ വെളിപ്പെടുത്തുന്നു. ഈ ഒരു ഡെവിൾ ഫുഡ് കൊണ്ട് അവന്റെ സ്വന്തം ശരീരങ്ങൾ കഷ്ണങ്ങൾ പോലെ വിഭജിക്കാനും അവയെ നിയന്ത്രിക്കാനും അവന് സാധിക്കും. ഇതും പറഞ്ഞുകൊണ്ട് നിലത്ത് കുത്തിയിട്ടിരിക്കുന്ന സോറോ അടുത്തേക്ക് ബഗി ചെല്ലുന്നുണ്ടെങ്കിലും ആ സമയം തന്നെ ലൂഫി ബഗിയെ ബിഗ് നോസ് എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്യുന്നു. ആ ഒരു സമയം കൊണ്ട് സോറോ ആ ഒരു കാനോൺ ബഗി പൈറൽസിന് നേരെ തിരിക്കുകയാണ്. എന്നിട്ട് നാമിയോട് ആ ഒരു തിരി കത്തിക്കാൻ പറയുന്നു. അങ്ങനെ ആ ഒരു കാനോൺ അറ്റാക്ക് ബഗി പൈറൽസിന് നേരെ തിരിക്കുന്നതോടെ ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്.